ഗൾഫിലുള്ള പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ എപ്പോഴും കൂടെ കരുതുന്ന ഒന്നാണ് സ്വർണം. ദുബായ് പോലെയുള്ള ഗൾഫ് സ്വർണ്ണ വിപണിയിലെ വിലക്കുറവും മികച്ച ഗുണനിലവാരവും കാരണം പ്രവാസികൾക്ക് സ്വർണം വാങ്ങാൻ എപ്പോഴും താല്പര്യം കൂടുതലാണ്. ഇന്ത്യയിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതോടെ യുഎഇയിലെ സ്വർണ്ണവില ഇന്ത്യയേക്കാൾ ഏകദേശം 13% കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികൾ ഈ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോൾ ഇന്ത്യൻ എയർപോർട്ടുകളിലെ കസ്റ്റംസ് പരിശോധനകളിൽ കുടുങ്ങാതിരിക്കാൻ പുതിയ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. 2026 ഇന്ത്യ ബാഗേജ് നിയമങ്ങളിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രവാസികൾക്ക് വലിയ ആശ്വാസവും ഒപ്പം ചില നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എയർപോർട്ടുകളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും യാത്രക്കാരും തമ്മിൽ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാറുള്ളത് സ്വർണത്തിന്റെ മൂല്യത്തെ ചൊല്ലിയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നത്. മുൻപ് നിലവിലുണ്ടായിരുന്ന 10 വർഷത്തോളം പഴക്കമുള്ള നിയമങ്ങൾക്ക് പകരമായി വന്ന പുതിയ വ്യവസ്ഥകൾ യാത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നു. മുൻകാലങ്ങളിൽ സ്വർണത്തിന്റെ വിലയ്ക്ക് അനുസരിച്ചായിരുന്നു നികുതി ഇളവ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. പ്രവാസികൾക്ക് യാത്രാവേളയിൽ ഉണ്ടാകാനിടയുള്ള അനാവശ്യ താമസം ഒഴിവാക്കാൻ ഈ പുതിയ നിയമങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നത് സഹായിക്കും. 2026 പുതിയ ബാഗേജ് നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന സാമ്പത്തിക പരിധി പൂർണ്ണമായും ഒഴിവാക്കി എന്നതാണ്. പഴയ നിയമപ്രകാരം സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ആഭരണങ്ങളും പുരുഷന്മാർക്ക് 50,000 രൂപ വരെയുള്ള ആഭരണങ്ങളുമായിരുന്നു നികുതിയില്ലാതെ കൊണ്ടുപോകാൻ അനുവാദമുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്വർണ്ണ വിലയിലുണ്ടായ വൻ വർധനവ് കാരണം ഈ തുകയ്ക്കുള്ളിൽ തുച്ഛമായ ഗ്രാം സ്വർണം മാത്രമേ പ്രവാസികൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നുള്ളൂ. 1 ലക്ഷം രൂപയ്ക്ക് ഇന്ന് 1 പവൻ സ്വർണം പോലും വാങ്ങാൻ കിട്ടാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര ധനമന്ത്രാലയം ഈ നിയമം പരിഷ്കരിച്ചത്. പുതിയ ഭേദഗതി അനുസരിച്ച് സ്വർണത്തിന്റെ വിപണി വില എത്ര ഉയർന്നാലും പ്രവാസികൾ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം നികുതി ഇളവിനായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇനി സ്വർണത്തിന്റെ മൂല്യമല്ല പരിശോധിക്കുക, മറിച്ച് അതിന്റെ തൂക്കം മാത്രമായിരിക്കും. ഇത് എയർപോർട്ടുകളിലെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും. സ്വർണ്ണവില ദിവസേന മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ യാത്രക്കാർക്ക് തങ്ങൾ കൊണ്ടുവരുന്ന ആഭരണങ്ങൾ പരിധിക്കുള്ളിൽ വരുമോ എന്ന ഭയം ഇനി ആവശ്യമില്ല. മൂല്യപരിധി ഒഴിവാക്കിയെങ്കിലും സ്വർണത്തിന്റെ തൂക്കത്തിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ പുതിയ നിയമത്തിലും നിലനിർത്തിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങുന്ന പ്രവാസി വനിതകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലാതെ പരമാവധി 40 ഗ്രാം വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾ കൈവശം സൂക്ഷിക്കാം. എന്നാൽ പുരുഷന്മാർക്ക് ഈ പരിധി 20 ഗ്രാം മാത്രമായിരിക്കും. കുട്ടികൾക്കും അവരുടെ ലിംഗഭേദം അനുസരിച്ച് ഈ ആനുകൂല്യം ലഭ്യമാണ്. അതായത് ഒരു കുടുംബമായി യാത്ര ചെയ്യുമ്പോൾ സ്ത്രീക്കും പുരുഷനും കൂടി ആകെ 60 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ യാതൊരുവിധ നികുതിയും നൽകാതെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 1 വർഷമെങ്കിലും, അതായത് 12 മാസമെങ്കിലും തുടർച്ചയായി വിദേശത്ത് താമസിച്ച നോൺ റെസിഡന്റ് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനായ വിദേശ വിനോദസഞ്ചാരി ആയിരിക്കണം. ചുരുങ്ങിയ കാലയളവിലെ സന്ദർശനങ്ങൾ കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് ഈ പ്രത്യേക സ്വർണ്ണ ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കൂടാതെ കൊണ്ടുപോകുന്ന സ്വർണം വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള ആഭരണങ്ങൾ മാത്രമായിരിക്കണം. പല യാത്രക്കാരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് സ്വർണത്തിന്റെ ഏത് രൂപവും ഈ പരിധിയിൽ കൊണ്ടുവരാമെന്നത്. എന്നാൽ പുതിയ നിയമത്തിലും കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കുന്നത് ഈ നികുതി ഇളവ് ആഭരണങ്ങൾക്ക് മാത്രമാണ് എന്നാണ്. കഴുത്തിലോ കൈകളിലോ അണിയുന്ന മാലകൾ, വളകൾ, മോതിരങ്ങൾ തുടങ്ങിയവ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുക. ഇതിൽ വജ്രങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള രത്നങ്ങളോ പതിപ്പിച്ച ആഭരണങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം സ്വർണ്ണ നാണയങ്ങൾ, കട്ടികൾ, ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ അസംസ്കൃത രൂപത്തിലുള്ള സ്വർണം എന്നിവ ഈ ആനുകൂല്യത്തിന്റെ പരിധിയിൽ വരില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ കൊണ്ടുവരുന്ന നാണയത്തിന്റെ തൂക്കം എത്ര കുറവാണെങ്കിലും അതിന് കൃത്യമായ കസ്റ്റംസ് ഡ്യൂട്ടി നൽകേണ്ടതുണ്ട്. അസംസ്കൃത സ്വർണം വാണിജ്യ ആവശ്യങ്ങൾക്കായി കൊണ്ടുവരുന്ന ഗണത്തിലാണ് കസ്റ്റംസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ഇത്തരം സ്വർണം കൈവശമുണ്ടെങ്കിൽ എയർപോർട്ടിലെ റെഡ് ചാനൽ വഴി അത് കൃത്യമായി പ്രഖ്യാപിക്കുകയും നിലവിലുള്ള നികുതി അടയ്ക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. അനുവദനീയമായ പരിധിയിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ കൈവശമുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമല്ല, പക്ഷേ അതിന് നികുതി നൽകണം എന്നതാണ് കാര്യം. നിശ്ചിത തൂക്കത്തിന് മുകളിൽ വരുന്ന സ്വർണത്തിന് നിലവിലുള്ള കസ്റ്റംസ് തീരുവയും സെസ്സും അടയ്ക്കേണ്ടി വരും. നാട്ടിൽ നടക്കുന്ന കല്യാണ ആവശ്യങ്ങൾക്കായി കൂടുതൽ ആഭരണങ്ങൾ കൊണ്ടുവരുന്നവർക്ക് താൽക്കാലിക ഇമ്പോർട്ട് സർട്ടിഫിക്കറ്റ് കസ്റ്റംസിൽ നിന്ന് കൈപ്പറ്റാനുള്ള വ്യവസ്ഥയുമുണ്ട്. ഇതിലൂടെ ആഭരണങ്ങൾ നാട്ടിൽ ഉപയോഗിച്ച ശേഷം തിരികെ വിദേശത്തേക്ക് തന്നെ കൊണ്ടുപോകാമെന്ന് ഉറപ്പ് നൽകിയാൽ നികുതി ഒഴിവാക്കി കിട്ടും. മുൻപ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണമാണെങ്കിൽ പോകുമ്പോൾ എടുത്ത എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും നികുതി നൽകേണ്ടതില്ല. സ്വർണത്തിന് പുറമെ പൊതുവായ ബാഗേജ് പരിധി 50,000 രൂപയിൽ നിന്നും 75,000 രൂപയായി ഉയർത്തിയതും ഈ വർഷത്തെ പുതിയ മാറ്റമാണ്. സ്മാർട്ട് ഫോണുകൾ, വാച്ചുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. 18 വയസ്സിന് മുകളിലുള്ള യാത്രക്കാർക്ക് സ്വന്തം ആവശ്യത്തിനായി ഒരു പുതിയ ലാപ്ടോപ്പ് കൂടി നികുതിയില്ലാതെ കൊണ്ടുവരാം. യാത്രക്കാർ തങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ചെക്ക് ഇൻ ബാഗേജുകളിൽ വയ്ക്കാതെ കൈ ബാഗുകളിൽ സൂക്ഷിക്കുന്നതാണ് സുരക്ഷിതം. കൂടാതെ സ്വർണം വാങ്ങിയതിന്റെ ഒറിജിനൽ ബില്ലുകൾ കൈവശം കരുതുന്നത് പരിശോധനകൾ വേഗത്തിലാക്കാൻ നിങ്ങളെ സഹായിക്കും. സ്വർണം മറച്ചുവെച്ച് കടത്താൻ ശ്രമിച്ചാൽ സാധനങ്ങൾ കണ്ടുകെട്ടുന്നതിനും വലിയ തുക പിഴ ഈടാക്കുന്നതിനും നിയമ നടപടികൾക്കും കാരണമാകും. അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അദ്ദി മൊബൈൽ ആപ്പ് വഴിയോ എയർപോർട്ടിലെ റെഡ് ചാനൽ വഴിയോ കൃത്യമായ ഡിക്ലറേഷൻ നൽകി നിയമവിധേയമായി യാത്ര ചെയ്യുന്നതാണ് എപ്പോഴും സുരക്ഷിതം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.